4 വയസ്സുള്ള തൻ്റെ മകന് ഒരച്ഛൻ വികലമായ ലോകത്തിൻ്റെ മാപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇത് ലോകത്തിൻ്റെ ഭൂപടമാണ്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇതിലുണ്ട്. പക്ഷെ പല രാജ്യങ്ങളും പല സ്ഥലത്തായി ചിതറിക്കിടക്കുകയാണ്. മോന് സാധിക്കുമെങ്കിൽ ഈ മാപ്പിനെ ഒന്ന് ശരിപ്പെടുത്തണം. അച്ഛൻ പോയി കുളിച്ചു വരാം. അദ്ദേഹം കുളി കഴിഞ്ഞ് വന്നപ്പോൾ പെർഫെക്റ്റായ ലോകത്തിൻ്റെ ഭൂപടമാണ് കാണാൻ സാധിച്ചത്. അദ്ദേഹം മകനോട് ചോദിച്ചു, ഇതെങ്ങനെ സാധ്യമായി? മകൻ പറഞ്ഞു, അച്ഛൻ പോയപ്പോൾ ഞാനും ആലോചിച്ചു ഇതെങ്ങനെ ശരിയാക്കുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മാപ്പിൻ്റെ പിൻവശം നോക്കി, അവിടെ എനിക്കൊരു മനുഷ്യരൂപം കാണാൻ സാധിച്ചു. പക്ഷേ ആ രൂപം പെർഫെക്റ്റ് ആയിരുന്നില്ല. ഞാൻ അതിനെ ശരിപ്പെടുത്താൻ നോക്കി. കൈ വെക്കേണ്ടടുത്ത് കൈ വെച്ചു, കാൽ വെക്കേണ്ടടുത്ത് കാൽ വെച്ചു, അതുപോലെ തന്നെ തല വെക്കേണ്ടടുത്ത് തല വെച്ചപ്പോൾ അച്ഛാ, ഞാൻ ആ മനുഷ്യന് ശരിയാക്കുകയാണ് ചെയ്തത്. മാപ്പ് ശരിയായോ എന്ന് കൗതുകത്തോടെ അവൻ അച്ഛനോട് ചോദിച്ചു. അദ്ദേഹം പുഞ്ചിരിച്ച് തീർച്ചയായും എന്ന് പറഞ്ഞത് മകനെ വാരിയെടുത്ത് ഒരു ഉമ്മ കൊടുത്തു. പ്രിയമുള്ളവർ, ഈ കഥ എന്താണ് നമ്മോട് പറയുന്നത്? ലോകത്തെക്കുറിച്ചോ ഭൂമിശാസ്ത്രമോ പഠിക്കാത്ത കുട്ടി തീർച്ചയായിട്ടും അവിടെ ലോകത്തിൻ്റെ മാപ്പ് ശരിയാക്കിയത് എങ്ങനെയാണ്? ആ മാപ്പിന് പിന്നിലുള്ള മനുഷ്യനെ ശരിയാക്കിയപ്പോൾ, മനുഷ്യൻ്റെ രൂപം പെർഫെക്റ്റ് ആക്കിയപ്പോൾ തീർച്ചയായിട്ടും അവന് ലോകത്തിൻ്റെ മാപ്പ് ശരിയാക്കാൻ സാധിച്ചു. അതായത് മനുഷ്യൻ നന്നായാൽ ലോകം നന്നാവും എന്ന സന്ദേശമാണ് ഈ കഥ നമ്മോട് പറയുന്നത്. മഹാനായ ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റമായി നീ മാറുക എന്ന്.